ആലുവായ വേട്ടക്കാരൻ, രോഗിയായ ആന, പിന്നെയൊരു നിഗൂഢമായ ഗുഹ. ഏപ്രിൽ മാസത്തിലെ ഒരു വൈകുന്നേരമായിരുന്നു അത്. രാമു ആന കാട്ടിൽ തന്റെ കുട്ടിയായ ചോട്ടു ആനയുമായി നടക്കാൻ പോവുകയായിരുന്നു. അച്ഛാ, നിങ്ങൾ എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? ദയവായി എന്നോടൊന്ന് പറയുമോ അത്? മകനെ, ഞാൻ നിന്നെ കൊണ്ടുപോകുന്നിടത്ത് എത്തട്ടെ, അതിനുശേഷം നീ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ. അതേസമയം ഒരു വേട്ടക്കാരൻ അവരെ രഹസ്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ വൗ, ഈ ആന വളരെ വലുതാണല്ലോ. ഇതിന്റെ കൊമ്പുകൾക്ക് വിപണിയിൽ നല്ല വില കിട്ടും. അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് പൈശാചികമായൊരു പുഞ്ചിരി വിരിയുന്നു. കുറച്ചുനേരം നടന്നതിനു ശേഷം അവർ രണ്ടുപേരും ഒരു ഗുഹയിലെത്തി. ഗുഹയുടെ കവാടത്തിന് സ്വർണം കൊണ്ടുള്ള വാതിലായിരുന്നു. അച്ഛാ, എന്ത് രസമായ ഇവിടം! ഈ ഗുഹയ്ക്കുള്ളിൽ എത്ര മനോഹരമായ പ്രകാശമാണ് പരന്നിരിക്കുന്നത്. വരുന്നേ, നമുക്ക് അതിനുള്ളിലേക്ക് പോകാം. ഇത് പറഞ്ഞുകൊണ്ട് ചോട്ടു ആന മുന്നോട്ട് നീങ്ങി. പക്ഷേ ആ സ്വർണവാതിലിടിച്ച് അവൻ പിന്നോട്ട് തന്നെ വന്നു. ഏയ്, ഇതെന്താ അച്ഛാ? മോനെ, ഇതിനുള്ളിൽ കയറാൻ ആർക്കും സാധിക്കില്ല. ഓ, ആർക്കും അതിനുള്ളിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ഗുഹ എന്തിനാണ്? ചോട്ടു ആനയ്ക്ക് ഇപ്പോൾ ആ ഗുഹയെപ്പറ്റി കൂടുതൽ അറിയാൻ കൗതുകമായി. അവൻ അവിടെ ഒരു രാത്രി താമസിച്ച് അവിടെ നിരീക്ഷിക്കാൻ പദ്ധതിയിട്ടു. വൈകുന്നേരമായപ്പോൾ അവൻ ഗുഹയ്ക്കരികിലുള്ള ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്നു. 2 മണിക്കൂറിന് ശേഷം ഒരു മാലാഖ പറന്നു വന്നു. ആ ഗുഹയുടെ സ്വർണവാതിൽ കടന്ന് അകത്ത് കടക്കുന്നത് അവൻ കണ്ടു. ഈ മാലാഹ എത്ര എളുപ്പത്തിലാ ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോയത്? കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ മാലാഖ ഗുഹയിൽ നിന്ന് പുറത്തു വരുന്ന സമയം അവൾ ചോട്ടു ആനയെ കണ്ടു. നീലമാലാഹേ, നീ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. നിനക്ക് എന്നോട് പറയാമോ ഈ ഗുഹയ്ക്കുള്ളിൽ എന്താ ഉള്ളതെന്ന്? ചോട്ടു ആനി, ഈ ഗുഹയുടെ ഉള്ളിൽ നിരവധി അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. പഴങ്ങളും പൂക്കളുമുണ്ട്. അവയ്ക്ക് എല്ലാത്തരം കുഴപ്പങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മുക്തി നേടിത്തരാനുള്ള ശക്തിയുമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗപ്രദമാകൂ. ഒരു മൃഗത്തിനോ പക്ഷിക്കോ അതിനകത്ത് കയറാൻ കഴിയില്ല. ഒരു മനുഷ്യന് മാത്രമേ ഇതിനകത്തേക്ക് പോകാൻ കഴിയൂ. അതും അവന് ഏതെങ്കിലും കാര്യം വളരെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് മാലാഖ ആകാശത്തേക്ക് പറന്നു. ഈ മാലാഹ പറഞ്ഞതൊന്നും എനിക്ക് തീരെ മനസ്സിലായില്ലല്ലോ. ചോട്ടു ആന അങ്ങനെ തന്റെ ഗുഹയിലേക്ക് തിരിച്ചു നടന്നു. മറുവശത്ത് ആ വേട്ടക്കാരൻ ഒറ്റയ്ക്ക് സ്വയം സംസാരിക്കുകയായിരുന്നു. വെടിയുണ്ട കൊണ്ട് ഈ ആനയെ വെടിവെച്ച് കൊല്ലുന്നത് ശരിയാവില്ല. അത് ചെയ്യുവാനായി ഞാൻ മറ്റൊരു മാർഗം കണ്ടെത്തണം. പിറ്റേന്ന് രാവിലെ രാമു ആന ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ചോട്ടു ആന സുഖമായി ഉറങ്ങുകയായിരുന്നു. ചോട്ടു ഉറങ്ങുകയാണല്ലോ. ഞാൻ തന്നെ എന്തെങ്കിലും ആഹാരം അന്വേഷിച്ച് കണ്ടെത്താം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് രാമു ആന ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അവിടെ കുറച്ച് കരിമ്പ് കിടക്കുന്നത് അവൻ കണ്ടത്. ഇത്രയും അധികം കരിമ്പോ, അതും ഇവിടെ? അത് കണ്ട് അവന് വളരെ സന്തോഷമായി. അവൻ തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ കരിമ്പുകളെല്ലാം പെറുക്കി വായിലിട്ടു. ആഹാ, എത്ര രുചികരമായ കരിമ്പ്! ആ സമയം വേട്ടക്കാരൻ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് അവനെ നിരീക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ അവൻ അതിൽ കുടുങ്ങിയിരിക്കുന്നു. കരിമ്പ് തിന്ന് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും രാമു ആന വളരെ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ഓ, അയ്യോ, ഇതെന്തൊരു വേദന! അവന്റെ ശബ്ദം കേട്ട് ചോട്ടു ആന ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അവന്റെ അച്ഛന്റെ അടുത്തെത്തി. കൂടാതെ മറ്റെല്ലാ മൃഗങ്ങളും അവിടേക്കെത്തി. രാമുവാനെ, നിനക്ക് എന്തു പറ്റി? അതെ അച്ഛാ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്തിനാ നിങ്ങളിങ്ങനെ അലർന്നത്? ഓ, ഇനിയാണ് രസം. രാമു ആന ചെരിഞ്ഞ ഉടനെ തന്നെ അവന്റെ 2 കൊമ്പുകളും ഞാൻ പറിച്ചെടുക്കും. ഇത് മാർക്കറ്റിൽ വിറ്റ് ഞാൻ ധാരാളം പണവും സമ്പാദിക്കും. എന്താണെന്നറിയില്ല, എനിക്ക് ശരീരം മുഴുവനും കഠിനമായ വേദന അനുഭവപ്പെടുന്നു. വയറ്റിലും വളരെ ശക്തമായ ഒരു വൈദ്യുതാഘാതം പോലെ അനുഭവപ്പെടുന്നു. അപ്പോഴേക്കും ചോട്ടു ആന വല്ലാതെ കരയാൻ തുടങ്ങി. അച്ഛാ, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവനോടെ കാണില്ല. ഏയ്, ധൈര്യം കൈവിടാതിരിക്കെ. നിന്റെ അച്ഛന് ഒന്നും സംഭവിക്കില്ല. എന്റെ അച്ഛൻ സുഖം പ്രാപിക്കുന്നതുവരെ ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കും.
ആദ്യം എന്റെ അമ്മ എന്നെ വിട്ടുപോയി. ഇപ്പോ എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് കേട്ടപ്പോൾ വേട്ടക്കാരന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അവന്റെ മുഖത്ത് പശ്ചാത്താപത്തിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് ഞാൻ എന്താണ് ചെയ്തത്? എന്റെ ലാഭത്തിന് വേണ്ടി മാത്രം ഒരു മൃഗത്തിന്റെ ജീവൻ ഞാൻ അപകടത്തിലാക്കിയിരിക്കുകയാണ്. ഞാൻ എന്താണ് ഈ ചെയ്തത്? ഇത്രയും പറഞ്ഞുകൊണ്ട് വേട്ടക്കാരൻ എല്ലാവരുടെയും മുന്നിലെത്തി. അവനെ അവിടെ കണ്ടപ്പോൾ എല്ലാ മൃഗങ്ങളും അസ്വസ്ഥരായി. ദുഷ്ടനായ വേട്ടക്കാരാ, നീ ഇവിടെയോ? ഈ രാമു ആനയ്ക്ക് സംഭവിച്ചതിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? അതെ, ഇത് ചെയ്തത് ഞാൻ തന്നെയാണ്. ഞാൻ രാമു ആനയുടെ കൊമ്പ് പറിച്ചെടുത്ത് മാർക്കറ്റിൽ വിറ്റ് പണം സമ്പാദിക്കുവാൻ പദ്ധതിയിട്ടിരുന്നു. കാരണം കുറെ നാളായി എന്റെ കുഞ്ഞു സുഖമില്ലാതെ കിടക്കുകയാണ്. അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്ത തെറ്റിൽ എനിക്ക് പശ്ചാത്താപമുണ്ട്. രാമു ആനയുടെ കുട്ടി കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്റെ കുഞ്ഞിനെ ഓർമ്മ വന്നു. അവനും തന്റെ അമ്മയില്ലാതെയാ ജീവിതം നയിക്കുന്നത്. ചോട്ടു ആന കരയുന്നത് കണ്ടപ്പോൾ അവനിൽ ഞാൻ എന്റെ സ്വന്തം കുട്ടിയുടെ മുഖം കണ്ടു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുഞ്ഞും ഇതുപോലെ കരയും. ഇവന്റെ കണ്ണുകളിൽ കാണുന്ന അനാഥനാകുമോ എന്ന ഭയം അത് അവന്റെ കണ്ണുകളിലും ദൃശ്യമാകും. എന്റെ അച്ഛനെ വേഗം സുഖപ്പെടുത്തൂ. നിങ്ങളുടെ പക്കൽ അദ്ദേഹത്തെ സുഖപ്പെടുത്തുവാനുള്ള മരുന്നുകളും ഉണ്ടാകില്ലേ? ഇത് കേട്ട് വേട്ടക്കാരൻ തന്റെ തല കുനിച്ചു. നിർഭാഗ്യവശാൽ ഇതിന് പരിഹാരമായുള്ള മരുന്ന് എന്റെ പക്കലില്ല. ഇനി ഒരു അത്ഭുതത്തിന് മാത്രമേ ഇവനെ രക്ഷിക്കുവാൻ കഴിയൂ. അത്ഭുതമെന്ന വാക്ക് കേട്ടപ്പോൾ ചോട്ടു ആനയ്ക്ക് എന്തോ ഒന്ന് ഓർമ്മ വന്നു. വേട്ടക്കാരനങ്ങൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നിഗൂഢമായ ഗുഹയ്ക്കുള്ളിൽ പോകുവാൻ കഴിയും. അവിടെ അച്ഛനെ സുഖപ്പെടുത്തുവാനുള്ള എന്തെങ്കിലും അത്ഭുത മരുന്ന് തീർച്ചയായും കാണും. നീ ഇതെന്താണ് പറയുന്നത് ചോട്ടു? ഞാനൊരു മാലാഖ ആ ഗുഹയുടെ അകത്തേക്ക് പോകുന്നത് കണ്ടിരുന്നു. അവളാ എന്നോട് പറഞ്ഞത് ആ ഗുഹയ്ക്കുള്ളിൽ ഒരു മനുഷ്യന് മാത്രമേ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന്. ഗുഹയ്ക്കുള്ളിൽ അത്ഭുതകരമായ നിരവധി കാര്യങ്ങളുണ്ട്. പഴങ്ങളും പൂക്കളും ഒക്കെയുണ്ട്. അവയ്ക്ക് എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുവാൻ ശക്തിയുമുണ്ടെന്ന്. എവിടെയാണ് ആ ഗുഹ? വേഗം പറയൂ. അങ്ങനെ ബഗീര വേട്ടക്കാരനെ വേഗം തന്നെ ആ ഗുഹയിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ അകത്തേക്ക് കയറുവാൻ ശ്രമിക്കാം. അതും പറഞ്ഞ് വേട്ടക്കാരൻ ഗുഹയിലേക്ക് നടന്നു. അയാൾ അനായാസം തന്നെ ആ സ്വർണവാതിൽ കടന്നുപോയി. വേട്ടക്കാരൻ ഗുഹയ്ക്കുള്ളിൽ എത്തിയപ്പോൾ അവിടെ ഒരു ചെറിയ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഓ, നീ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. നീ എന്തിനാണ് ഇവിടെ വന്നത്? ഒരു ആനയ്ക്ക് വിഷമുള്ളിൽ ചെന്നിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവൻ മരിച്ചു പോകും. ആ വിഷം ഇല്ലാതാക്കുന്ന എന്തെങ്കിലും ഒരു ഔഷധമാ എനിക്ക് വേണ്ടത്. ഇത് കേട്ടപ്പോൾ ആ മാലാഖ മുന്നോട്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് മുന്നിലുള്ള ആ മരം കാണുന്നുണ്ടോ? അതിലൊരു നീല നിറമുള്ള പപ്പായ വളർന്നു നിൽക്കുന്നുണ്ട്. ആ പപ്പായയ്ക്ക് എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. ഇത് കേട്ട് വേട്ടക്കാരൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടിപ്പോയി. അയാൾ ആ പപ്പായ പറിച്ചെടുത്തു. മറുവശത്തെ മൃഗങ്ങളെല്ലാവരും രാമു ആനയുടെ ചുറ്റും ആശങ്കാകുലരായി നിൽക്കുകയായിരുന്നു. ആ വേട്ടക്കാരന് ഗുഹയ്ക്കുള്ളിൽ കടക്കുവാൻ കഴിയുമോ എന്നറിയില്ല. ഇവിടെ രാമു ആനയുടെ ജീവൻ അപകടത്തിലാണ്. അപ്പോഴേക്കും കയ്യിൽ ഒരു നീല പപ്പായയുമായി വേട്ടക്കാരൻ ബഗീരയോടൊപ്പം അവിടേക്ക് വന്നു. അവനെ കണ്ടതും ചോട്ടു ആനയുടെ കണ്ണുകൾ തിളങ്ങി. വേട്ടക്കാരനങ്ങൾ, നിങ്ങൾ വന്നോ? ഇതാ രാമു ആനെ, ഈ പപ്പായ കഴിക്കൂ. നിങ്ങൾ സുഖപ്പെടും. രാമു ആന പപ്പായ കഴിച്ചു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവന്റെ വേദന അപ്രത്യക്ഷമായി. അവൻ തന്റെ കാലുകളിൽ സ്വയം എഴുന്നേറ്റ് നിന്നു. ഓ വൗ, വളരെ നന്ദി വേട്ടക്കാരനങ്ങൾ. പക്ഷേ വേട്ടക്കാരാ, നീ ഇപ്പോൾ നിന്റെ കുട്ടിയെ എങ്ങനെ ചികിത്സിക്കും? ഞാൻ അവനെ ചികിത്സിച്ചു കൊള്ളാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വേട്ടക്കാരൻ പോക്കറ്റിൽ നിന്ന് 2 വജ്രങ്ങൾ പുറത്തെടുത്തു. ഓ, ഇത്ര വിലയേറിയ വജ്രങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നാ ലഭിച്ചത്? ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ആ ഗുഹയ്ക്കുള്ളിലേക്ക് പോയിരുന്നില്ലേ? ആ പപ്പായ മരത്തിൽ ഞാൻ ഈ 2 തിളങ്ങുന്ന വജ്രങ്ങൾ കണ്ടു. അങ്ങനെ ഞാൻ ഇവ എടുത്തു. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. പോകൂ വേട്ടക്കാരാ, നീ എന്റെ ജീവൻ രക്ഷിച്ചു. ദൈവം നിന്റെ കുട്ടിയുടെ ജീവനും രക്ഷിക്കും. വേട്ടക്കാരൻ അങ്ങനെ സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങിപ്പോയി. രാമു ആന ചോട്ടു ആനയെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ചോട്ടു ആന ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു.